സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. പിള്ളകൾക്ക് സഹായം നീരല്ലവോ തകിன்ற எனக்கு நல்லவற்று நீரல்லவோ இக்கிட்ட பிள்ளைகளுக்கு சகாயம் நீரல்லவோ தகின்ற எனக்கு நல்லவற்று நீரல்லவோ தாயென்னை மறந்தாலும் நீ என்னை மறப்பதில்லை. தாயென்னை மறந்தாலும் நீ என்னை மறப்பதில்லை. ஏழையின் ஜெபம் கேளும் இயேசுவை ஏழையின் ஜெபம் கேளும் இயேசுவை மனமிரங்கும் இக்கிட்ட பிள்ளைகளுக்கு சகாயம் நீரல்லவோ தகின்ற எனக்கு நல்லவற்ற നീരേ അല്ലവോ. ഹല്ലേലൂയ. നമുക്ക് സഹായം നമ്മുടെ കർത്തർ മാത്രമാണ്. ഹല്ലേലൂയ. ആ സഹായം വരും പർവ്വതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്ന പോലെ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറയ്ക്കണം. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസത്തിൽ നമ്മൾ ഉണരണം. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഈ നാളുകളിൽ കർത്താവ് നമ്മളെ ഇടയാകട്ടെ. വിശ്വാസ വാർത്തയിനാൽ ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസമാണ് ഹല്ലേലൂയ സ്തോത്രം സകലതിനെ ഉളവാക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ നമുക്കൊരു വചനം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-7 വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:6-7 വാക്യം. ஆகையால் நீங்கள் கர்த்தராகிய கிறிஸ்து இயேசுவை ஏற்றுக்கொண்டபடியே அவருக்குள் வேறு கொண்டவர்களாகவும் அவர்கள் கட்டப்பட்டவர்களாகவும் அவருக்குள் நடந்து கொண்டு நீங்கள் போதிக்கப்பட்டபடியே விசுவாசத்தில் உறுதிப்பட்டு ஸ்தோத்திரத்தோடு அதிலே பெருகுவீர்களாக. ആമേൻ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ എങ്ങനെ കൈക്കൊണ്ടത്? ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. യേശുക്രിസ്തു പറയുന്നു നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ. യേശുക്രിസ്തു പറയുന്നു നിങ്ങൾ തമ്മിൽ ക്ഷമിപ്പീൻ. അതുപോലെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്തായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ആഴമേറിയ ഒരു ശുദ്ധീകരണം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് നമ്മളുടെ വാഴുകയിലെത്തി അത്ഭുതം ചെയ്യും. അബ്രഹാമിനോട് ദൈവം ഇങ്ങനെയാ പറഞ്ഞത്, അബ്രഹാമേ നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടു പുറപ്പെട്ട് ഞാൻ ഉന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തപ്പോൾ തന്നെ അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളില് നമ്മൾ വിടേണ്ടതിനൊക്കെ ഒന്ന് വിടണം. ഹല്ലേലൂയ സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അവിശ്വാസത്തെ നമുക്ക് താഴോട്ട് ഇറക്കി വെക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും ഹല്ലേലൂയ വചനത്തിൽ ഇങ്ങനെ അവർ നിന്റെ ഭാരം
എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. കർത്താവ് എന്തോ പറഞ്ഞത്? നിന്റെ കാസ്റ്റ് ഔട്ട് ഓൾ യുവർ ബർഡൻസ് അൺടു ജീസസ്, ഹി കെയർസ് ഫോർ യു. നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിന്റെ അടുക്കല നമ്മൾ കടന്നു വന്നിരിക്കുന്നത് നാം വിശ്വാസത്തോടുകൂടെ, ഹല്ലേലൂയ സ്തോത്രം, ജീവിത വിശുദ്ധിയോടുകൂടെ നാം മുന്നോട്ട് പോകുന്നെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. നാം നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ കരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കരമുണ്ട്, അതാണ് യേശുവിന്റെ കരം. നാം ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഹല്ലേലൂയ ഒരുവനുണ്ട്, അതാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ ദാവീദ് രാജാവ് പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ കിടക്കുന്നതും അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ കണ്ണുകൾ സകലതും കാണുന്നു. ഹല്ലേലൂയ. 1 തീമോത്തിയോസ് 1 അധ്യായം അതിന്റെ 19 വാക്യം വായിക്കാം. 1 Timothy chapter 1 verse 19. இந்த நல்மன சாட்சியை தள்ளிவிட்டு விசுவாசமாகிய கப்பலை சேதப்படுத்தினார்கள். അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത്, holding on to faith and a good conscience, some have rejected this and so have shipwrecked their faith. ഹല്ലേലൂയ. എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട്, എല്ലാവർക്കും നല്ല നല്ല മനസാക്ഷിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഡോക്ടർ ആന്റിക്ക് ഒരു മനസാക്ഷിയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ദാസന് ഒരു മനസാക്ഷിയുണ്ട്. എല്ലാവർക്കും ഒരു മനസാക്ഷിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവർക്കും വിശ്വാസമുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിളിച്ചു പറയാണ്, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് തങ്ങളുടെ വിശ്വാസ കപ്പൽ, ഹല്ലേലൂയ സ്തോത്രം, തകർന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഉണരണം, നിങ്ങൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം, നിങ്ങൾ വിശ്വാസത്തിൽ ഹല്ലേലൂയ സ്തോത്രം നടക്കണം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തിൽ നടക്കുമ്പോൾ നമ്മൾ ആദ്യം വായിച്ചതുപോലെ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ, ഹല്ലേലൂയ സ്തോത്രം, അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തു നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം, ഹല്ലേലൂയ സ്തോത്രം, യേശു ക്രിസ്തു ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. എത്ര പേർക്കതുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ അതായത് പിശാച് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പിശാച് വലിയ വൻ മതിലുകൾ കെട്ടുക. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസികളുടെ ഇടയില്, സഭകളുടെ ഇടയില്, കുടുംബത്തിന്റെ ഇടയില്, തലമുറകളുടെ ഇടയില്, ഹല്ലേലൂയ, നാം ഓഫീസിൽ ജോലി ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളില് എല്ലാം പിശാച് വൻ മതിലുകൾ കെട്ടുകയാണ്. എന്നാൽ യേശു അതിൽ നിന്ന് തൊട്ട് കഴിയുമ്പോൾ ആ മതിലുകളെല്ലാം എന്ത് ചെയ്യും? താഴെ വീഴും. ആ സന്തോഷം സൂക്ഷിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം പിശാച് ഒരുക്കുന്ന വൻമതിലുകൾ തകർക്കുവാൻ നമ്മുടെ കർത്താവ് മതിയാകണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ വിശുദ്ധ വിശ്വാസത്തിലേക്ക് നിങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ഇറങ്ങി വരണമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, there is a chance for the shipwreck. ഹല്ലേലൂയ സ്തോത്രം. ഒരു കപ്പൽ ഛേദത്തിനുള്ള സകല സാധ്യതകളും നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നാം വചനവുമായി മുന്നോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മള് കുടുംബജീവിതമായി മുന്നോട്ട് പോകുമ്പോൾ, ഈ ലോകത്തിൽ നാം കർത്താവ് ആയിരിക്കുമ്പോൾ, ഇപ്പൊ ഒരു കാര്യം ഓർത്തോണം, ഇന്ത്യയില് 2 സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സാധനം എന്ത്? കറൻസി. ഹല്ലേലൂയ. ആ കറൻസിയാണ് തൊട്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അടുത്തത്, നെബൂഖദ്നേസർ രാജാവിനെ പുല്ല് തിരിച്ചവർ നമ്മുടെ കർത്താവ്. ആ സന്തോഷമുള്ള സൂചിച്ചാട്ടെ. രേഖയെ തിരിച്ചവനാ കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ലോകം മനുഷ്യനെ കൊണ്ട് എന്റെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇത് കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇതുപോലുള്ള അവസ്ഥകൾ ഇനിയും ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ നാളുകളിൽ എന്ത് ചെയ്യേണ്ടത്? ഒരുങ്ങേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം.
നമ്മുടെ വിശ്വാസത്തിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. കറൻസിയെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നാട്ടില് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ വലിയ പ്രയാസം. പാലിന് കൊടുക്കാൻ കാശില്ല, ഹല്ലേലൂയ, അതിന് കൊടുക്കാൻ കാശില്ല. ആകെ പ്രശ്നം. കയ്യിൽ കാശുണ്ട്, 1000 നോട്ട് ആർക്കും വേണ്ട, അല്ലെങ്കിൽ 500 നോട്ട് ആർക്കും വേണ്ട. ഒരു കാര്യം ഓർക്കണം, നീ നിന്റെ കയ്യിലിരിക്കുന്ന കറൻസിക്കും ഹല്ലേലൂയ സ്തോത്രം നീ ഇട്ടിരിക്കുന്ന സ്വർണത്തിനും ഒരു വിലയുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മളെ പഠിപ്പിക്കുക. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം ഒരു കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം താൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇന്ത്യയുടെ പേര് മാറും. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെല്ലാം വിഷമിച്ചു. ഹിന്ദുക്കൾ വന്നാൽ അല്ലെങ്കിൽ RSSകാർ വന്നാൽ നമുക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മൾ അതൊക്കെയാ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവിന്റെ ദാസൻ പറയാണ്, ഇന്ത്യയുടെ പേര് മാറും. ആ കർത്താവിന്റെ ദാസൻ പ്രവചിച്ചു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ബോംബെയുടെ പേര് മാറി, അത് മുംബൈ എന്നായി മാറി. ഹല്ലേലൂയ. മദ്രാസ് തമിഴ്നാടിന്റെ പേര് മാറി, അത് ചെന്നൈ ആയി മാറി. ഒറീസയുടെ പേര് മാറി, അത് ഒഡീഷ എന്നായിട്ട് മാറി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇനി ഒരു മാറ്റം വരാൻ പോവുകയാണ്. The name of India become Christian. ഹല്ലേലൂയ. ആ സന്തോഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പേര് മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിന്റെ പേര് ഹല്ലേലൂയ സ്തോത്രം, യാക്കോബ് എന്നാണ് പേര്. കർത്താവിനോട് ചോദിക്കുകയാണ്, എന്താ നിന്റെ പേര്? അപ്പം യാക്കോബ് പറയാണ്, എന്റെ പേര് യാക്കോബ് എന്നാണ്. യാക്കോബിന് ഒരു അർത്ഥമുണ്ടായിരുന്നു അവിടെ. യാക്കോബ് ഉപായിയാണ്, യാക്കോബ് സൂത്രക്കാരനാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം കല്ല് തലയിൽ വെച്ച് ഉറങ്ങുന്ന ഹല്ലേലൂയ സ്തോത്രം യാക്കോബ് കാണുന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം ഇറങ്ങി വരുന്ന ഒരു കോവേണിയാണ്. ദൂതന്മാർ ആ കോവേണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൂതനുമായിട്ട് മൽപിടിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, ദൈവവുമായിട്ട് മല്ലുപിടിക്കുന്ന യാക്കോബ് അവിടെ ഹല്ലേലൂയ സ്തോത്രം യാക്കോബ് പറയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അന്ന് രാത്രിയിൽ യാക്കോബിന്റെ പേര് മാറി. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിന്റെ പേര് മാറി, ഇസ്രായേൽ എന്നായി മാറി. ഹല്ലേലൂയ. നിന്റെ പേര് മാറ്റുവാൻ അവൻ മതിയായവനാണ്. നിന്റെ അവസ്ഥകൾ അവൻ കാണുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 41-ന്റെ 18-ാം വാക്യം. ഉയർന്ന മേടുകളിൽ ആറുകളെയും പള്ളത്താക്കുകളിൽ നടുവെ ഊറ്റുകളെയും തിറந்து വനാന്തരത്തെ തണ്ണീർ തടാകമും വരണ്ട ഭൂമിയെ നീർക്കേടികളുമാക്കി. കണ്ടോ, അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. சிறுமையும் எளிமையுமானவர்கள் தண்ணீரை தேடி அது கிடையாமல் அவர்கள் நாவு தாகத்தால் வரலும் போது கர்த்தராகிய நான் அவர்களுக்கு செவி கொடுத்து இஸ்ரவேலின் தேவனாகிய நான் அவர்களை கைவிடாதிருப்பேன். കർത്താവിനോട് നാം നിലവിളിച്ചു കഴിയുമ്പോൾ, കർത്താവിനോട് നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് നമുക്ക് എന്ത് തരുമെന്നാ പറയുന്നത്? ചെവി. ഹല്ലേലൂയ. ചെവി. ഇവൾ പറയാണ്, എളിയവരും ദരിദ്രരും വെള്ളം അന്വേഷിച്ച് നടക്കും, പക്ഷേ അവർ അത് കാണത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ശുശ്രൂഷ ഞാൻ ചോദിച്ചു, ഇവിടെ ഉള്ള ആൾക്കാരോടല്ല, ഈ വാക്യം ഒന്ന് വായിക്കാൻ പറഞ്ഞു. അത് വായിച്ചു. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. ഞാൻ ചോദിച്ചു, സംഭവിക്കുമെന്ന് ചോദിച്ചു. ആ ചെറുപ്പക്കാരി പറഞ്ഞു, പാസ്റ്ററിന് വരെ പണിയൊന്നുമില്ലേ, അത് സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കും? ഏത് ടെക്നോളജിയാ ഇത്? ഏത് സൂത്രമാണ് അവർ ചോദിക്കുക? ഞാൻ പറഞ്ഞു, ഇത് കർത്താൻ പറഞ്ഞതാ. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, അവൻ അസാധ്യങ്ങളുടെ നടുവിലാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഒരു സാധ്യതകളുമില്ലാത്ത, ഒരു പ്രതീക്ഷകളുമില്ലാത്ത സ്ഥാനത്ത് നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഈ ശൂന്യതയെ നോക്കിക്കൊണ്ട്
ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്, ഉളവാകട്ടെ. ഹല്ലേലൂയ. ഇത് നിറയട്ടെ, ഇത് നിറയട്ടെ, ഇത് നിറയട്ടെ. കർത്താവേ, പണ്ടേ പോലൊരു അനുഭവം ഞങ്ങൾക്ക് തരണമേ. അതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. ഓരോ ദിവസവും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഒരു പുതിയ ആള്, ഒരു പുതിയ ആള്, ഒരു പുതിയ ആള്, ഒരു പുതിയ ആള്, ഒരു പുതിയ ആള്. ഈ വാക്യം വെച്ചുകൊണ്ട് ഒരു കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരിക്കാൻ തുടങ്ങി. ഒരു പാസ്റ്ററും കുടുംബം, 2 വിശ്വാസികളുമായിട്ട് ഒരു ചർച്ച്. ഹല്ലേലൂയ. ആ ദേവദാസൻ ഈ വചനം എടുത്തു വെച്ചു. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. നീ മുട്ടുമേൽ നിന്നാൽ നിന്റെ അടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആ സന്തോഷം സൂചിച്ചാട്ടെ. ദാഹിച്ചു വലഞ്ഞ ശിംശോൻ ദൈവത്തോട് പറയാണ്, ദൈവമേ, എനിക്ക് ദാഹിക്കുന്നു. ഹല്ലേലൂയ. യുദ്ധം ചെയ്ത് പടവെട്ടി ഹല്ലേലൂയ വിശന്ന് ദാഹിച്ച ശിംശോൻ ദൈവത്തോട് പറയാണ്, ദൈവമേ, എനിക്ക് ദാഹിക്കുന്നു. കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? അവൻ ഇരിക്കുന്ന ഇടത്ത്, ലേഹി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവൻ ഇരിക്കുന്ന ആ മരുഭൂമിയിൽ അവന്റെ വലത്ത് സൈഡിൽ തന്നെ ഒരു കുഴി പിളരുമാറാക്കി. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് അത്ഭുതമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു പൈപ്പിന്റെ ഓസിന്റെ അകത്തൂടെ, അല്ലെങ്കിൽ അവന് വിശന്നു എന്ന് കണ്ട് അവനൊരു ഗ്ലാസ് വെള്ളമല്ല എടുത്തു കൊടുത്തത്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒരു കുഴി തന്നെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അസാധ്യതകളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, പാഴ്മലകൾ പോലെ നിന്റെ അവസ്ഥകൾ കിടക്കുന്നെങ്കിൽ, താഴ്വരകൾ പോലെ നിന്റെ അവസ്ഥകൾ കിടക്കുന്നെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ അവസ്ഥകളെ കാണുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ബലഹീനതകളെ കാണുന്ന ഒരു കർത്താവുണ്ട്. അവന്റെ കണ്ണ് എല്ലാമേ കാണുന്നു. ഹല്ലേലൂയ. ആ സന്തോഷമാണ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗം തുടർന്നുകൊണ്ടേയിരിക്കും. റെവലേഷൻ, അതായത് വെളിപ്പാട് പുസ്തകം, റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 13 മുതൽ 16 വരെ വായിക്കണം. വെളിപ്പെടുത്തുന്ന പുസ്തകം വെളിപ്പാട്, റെവലേഷൻ ചാപ്റ്റർ 1 verse 30 to 60. அந்த 7 குத்து விளக்குகளின் மத்தியிலே நிலையங்கி தரித்து மார்பருகே பொற்கட்சி கட்டி இருந்த மனுஷகுமாரனுக்கு ஒப்பானவரை கண்டேன். அவருடைய சிரசும் மயிரும் வெண் பச்சை போலவும் உறைந்த மலையை போலவும் வெண்மையாய் இருந்தது. அவருடைய கண்கள் அக்கினி ஜுவாலையை போல் இருந்தது. அவருடைய பாதங்கள் உலைக்களத்தில் காய்ந்த பிரகாசமான வெண்கலம் போல் இருந்தது. அவருடைய சத்தம் பெரு வெள்ளத்து இரைச்சலை போல் இருந்தது. நமது வலது கரத்திலே 7 நட்சத்திரங்களை ஏந்தி கொண்டிருந்தார். அவர் வாயிலிருந்து இருபுறமும் கருக்குள்ள பட்டயம் புறப்பட்டது. അതിന്റെ 13-ാം വാക്യം ഒന്ന് തൊട്ടുവിട്ടാട്ടെ. அந்த 7 குத்து விளக்குகளின் மத்தியிலே நிலையங்கി ധരിച്ചു. കണ്ടോ? നിലയങ്കി ധരിച്ച്. നിലയങ്കി എന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിൽ ഒരു മഹാപുരോഹിതനുണ്ട് എന്ന് കാണിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ നമുക്ക് ആരുമില്ല. എന്നാൽ നീ എങ്ങോട്ടാണ് നോക്കാൻ പറ്റുന്നത്? സ്വർഗത്തേക്കാണ് നോക്കാൻ പറ്റുന്നത്. ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിയിലുള്ളവർ നിന്നെ എന്ത് ചെയ്യും? കൈവിടും. നിന്റെ ആശ്രയം യേശുവിലാണോ? നിന്റെ ആശ്രയം ഭൂമിയിലാണോ? നിന്റെ ആശ്രയം എവിടെയാണ്? ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടോ? നീ ക്രിസ്തുവിനെ എങ്ങനെയാ കൈക്കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. നീ അങ്ങോട്ട് നോക്ക്. എങ്ങോട്ടാണ് നോക്കേണ്ടത്? യേശുവിലേക്ക്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് മുന്നിൽ നിൽക്കുന്നതാകയാൽ എല്ലാ ഭാരവും എല്ലാ പാപവും എല്ലാം വിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുന്നതുമായ യേശുവിനെ നോക്കുക. ആരെ നോക്കാനാ പറഞ്ഞത്? യേശുവിനെ നോക്കുക. പ്രശ്നങ്ങളുണ്ട്, യേശുവിനെ നോക്കുക. ഞാൻ ഇങ്ങനെ ചിലപ്പോൾ പറയും, ഹല്ലേലൂയ സ്തോത്രം, മോർഗേജ് എന്ന് പറയും. മോർഗേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെന്റ് കൊടുക്കുന്ന കാര്യം. മോർഗേജിന്റെ ഹല്ലേലൂയ സ്തോത്രം ബില്ല് കാണുമ്പോൾ നിങ്ങൾ ആരെ നോക്കുക? യേശുവിനെ നോക്കുക. എന്ത് നോക്കുക? അവന്റെ സപ്ലൈ നോക്കുക. ഹല്ലേലൂയ. He
is a supplier. ഹല്ലേലൂയ, സ്തോത്രം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സപ്ലയർ ആരാന്നറിയോ? നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഓരോ രാജ്യത്തിനും ഓരോ കറൻസി ഉണ്ട്, ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചറുകളുണ്ട്, ഓരോ രാജ്യത്തിനും ഓരോ കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന, സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ സപ്ലയർ ഉണ്ട്. ആ സപ്ലയർ ആണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. അവൻ നമുക്ക് ഒരു മഹാപുരോഹിതനായിട്ടിരിപ്പുണ്ട്. പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആ മഹാപുരോഹിതനെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തതായിട്ട് അടുത്ത വായിച്ചാൽ அவருடைய சிரசும் அந்த ஆதித்ய 13 தொட்டு விட்டுட்டு பொறுக்க அந்த 7 குத்து விளக்குகளின் மத்தியிலே நிலையங்கி தரித்து മാറത്ത് പൊങ്കച്ച കെട്ടി. ഹല്ലേലൂയ, സ്തോത്രം. മാറത്ത് പൊങ്കച്ച കെട്ടി എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് ഒരു ന്യായാധിപനായി സ്വർഗ്ഗത്തിലുണ്ട്. He is an advocate for us. ഹല്ലേലൂയ. നമുക്കൊരു ന്യായാധിപനായിട്ട് ആരുണ്ട്? ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ ദൈവമുണ്ട്. ഓർക്കുക, മൊർദെഖായിക്ക് ഹാമാന്റെ മുമ്പിൽ നീതി കിട്ടിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. മൊർദെഖായിക്ക് രാജ്യത്തിൽ നിന്ന് നീതി കിട്ടിയില്ല. എന്നാൽ മൊർദെഖായിക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് നീതി കിട്ടി. ഈ ഭൂമിയിൽ നിനക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ നീ സ്വർഗ്ഗത്തേക്ക് നോക്കുക, അവിടെ നിനക്ക് നീതി കിട്ടും. ആ വിശ്വാസം സൂചിച്ചാട്ടെ. എനിക്ക് നീതി തരുന്ന, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ കാര്യം നോക്കുന്ന, എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എനിക്ക് വേണ്ടി സദാ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും അനേകർ കടന്നു വരാനുണ്ട്, ഇനി അനേകർ കടന്നു വരാനുണ്ട്. അതിന് മടങ്ങി പോയവർ, യേശുവോ വിട്ടുപോയവർ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ആ വാതിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയവർ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് പ്രശ്നത്താലാണ്, എന്ത് പ്രശ്നത്താൽ മടങ്ങി അവർ പോയെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. His love is everlasting love. ഹല്ലേലൂയ, an unchanging Jesus. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ദൈവം, നിത്യനായ ദൈവം, വിശ്വസ്തനായ ദൈവം. ആ ദൈവം നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക. പ്രിയ സഹോദര, ജോലിയില്ലാതെ ഭാരപ്പെടുന്നുണ്ടോ? നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. വിശ്വാസത്തോടുകൂടെ ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ, ദുബായില്, അവിടുത്തെ നമ്പർ പോട്ടിയിട്ട് ഒരു CV വിശ്വാസത്തോടെ അങ്ങോട്ട് അയച്ചുകൂടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. അത് വീണ്ടും വായിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. മാറത്ത് പൊൻകച്ച കെട്ടി, 7 വിളക്കുകളുടെ നടുവില് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി. மார்பருகே பொற்கச்சை கட்டியிருக்கிற மனுஷகுமாரனுக்கு ஒப்பானவரையும் கண்டேன். அவருடைய சிரசும் மயிரும் வெண்பச்சை. കണ്ടോ? അവരുടെ തലമുടി. ഹല്ലേലൂയ, സ്തോത്രം. ഈ തലമുടി എന്തിനെ കാണിക്കുന്നറിയാമോ? എന്റെ കർത്താവിന്റെ പ്രായത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. ഹല്ലേലൂയ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. നിത്യനായ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു അന്തവുമില്ല, ഒരു അവസാനവുമില്ല. ഇങ്ങനെയാ പറഞ്ഞത്. കർത്താവിന്റെ വിടുതലിന് അന്തവുമില്ല, അവസാനമില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും വേദപുസ്തകത്തിന്റെ അതിനെല്ലാം മറുപടി ഉണ്ട്. ആ വിശ്വാസം തിരിച്ചു സൂചിച്ചാട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഹി ഈസ് എ സപ്ലയർ. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഏതെങ്കിലും പക്ഷെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 4 to 6 എന്ന് വായിച്ചാൽ, நீங்கள் ஒன்றுக்கும் கவலைப்படாமல்
எல்லாவற்றையும் குறித்து உங்கள் விண்ணப்பங்களை ஸ்தோத்திரத்தோட கூடிய ஜெபத்தினாலும் வேண்டுதலினாலும் தேவனுக்கு தெரியப்படுத்துங்கள். ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. Rejoice in the Lord always. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഹല്ലേലൂയ സ്തോത്രം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ. ഹല്ലേലൂയ. ഇപ്പൊ എന്താ ആവശ്യം? ജോലി ആവശ്യം. ഈ അന്ധനായ ഭക്തിമായി അല്ല അയ്യ യേശുവിന്റെ അടുത്ത് വന്നു. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഭക്തിമായി പറയാണ്, എനിക്ക് കാഴ്ച വേണം. ഹല്ലേലൂയ. ആവശ്യം അതായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് കാഴ്ച വേണം. കർത്താവിന്റെ ദാസനെ ഇവിടെ ഊഴിയം വേണം. അതിനാവശ്യമാണ്. ഹല്ലേലൂയ. ഊഴിയം തന്നതിനായി സ്തോത്രം. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. ഞാൻ പാഴ്മലകളെയും നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. കാരണം സാധ്യതകളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ തലമുടി അവന്റെ പ്രായത്തെ കാണിക്കുന്നു. അടുത്ത വായിച്ചത് உறைந்த மலையை போலவும் வெண்மையாய் இருந்தது. அவருடைய கண்கள் அக்கினி ஜுவாலையை കണ്ടോ? അവന്റെ കണ്ണ്. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ യോനയുടെ ദൈവം അങ്ങോട്ട് പോകാനാ പറഞ്ഞത്, നിനവിക്ക് പോകാനാ പറഞ്ഞത്. യോന എങ്ങോട്ടാ പോയത്? തർശീശിലേക്ക് ഒരു കപ്പൽ റെഡിയായിരുന്നു. അന്ന കപ്പലിന്റെ ഉള്ളിലേക്ക് ആര് പോയി? യോന പോയി. യോന വിചാരിച്ചു എന്റെ ദൈവം കാണത്തില്ലെന്ന്. എന്നാൽ യോന എത്ര ഓടി ഒടിച്ചാലും ഹല്ലേലൂയ സ്തോത്രം യോനയെ കാണുന്ന ഒരു കണ്ണുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നീ എവിടെ പോയാലും നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 38 സംവത്സരം ബെഥേസ്ദ കുളത്തിൽ കിടക്കുന്നവനെ തേടി ഈ കണ്ണു വന്നു. ഹല്ലേലൂയ സ്തോത്രം. മരിച്ച് അഴിഞ്ഞ് കല്ലറയുടെ ഉള്ളിൽ കിടക്കുന്ന ലാസറിനെ അടുത്ത് ഈ കണ്ണവനെ തേടി വന്നു. 18 സംവത്സരം കൂരിയായ സ്ത്രീയുടെ അടുത്ത് ഈ കണ്ണ് തേടി വന്നു. 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീ. ഒരു പ്രത്യേകതകളുണ്ട്. ലോകം മുഴുവൻ അവളെ ഉപേക്ഷിച്ചു. അവൾക്കുള്ളത് മുഴുവൻ ഡോക്ടർമാർക്ക് കൊടുത്തു. അവള് പിച്ചക്കാരിയായിട്ട് മാറി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവളൊരു കാര്യം കേട്ടു, യേശു വരുന്നുണ്ട്. അവളെന്ത് കേട്ടു? യേശു വരുന്നുണ്ട്. കർത്തർ വരികയാ. ഹല്ലേലൂയ. യേശു കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവൾ വിശ്വാസത്തോട് I wanted to see Jesus. എനിക്ക് യേശുവിനെ കാണണം. അത്തിമരത്തിന്റെ പുറകിൽ ഇരുന്ന് ഒരുത്തൻ യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. അവന്റെ ജീവിതം മാറി മറിഞ്ഞു. അവന്റെ ഹല്ലേലൂയ സ്തോത്രം അവന്റെ ജീവിതത്തിലുള്ള സകല മണ്ഡലങ്ങളിലെയും സകല കുറവുകളെയും വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പിൽക്കാലത്ത് അവൻ ആരായിട്ട് മാറി? യേശുവിന്റെ ശിഷ്യനായിട്ട് മാറി. മീൻ പിടിച്ച് നടക്കുന്ന, മീനിനെ പിടിക്കുന്ന ശിഷ്യനെ ഒരു മനുഷ്യനെ ശിഷ്യനാക്കി മാറ്റുന്നത് കർത്താവിന് എല്ലാമേ ലേസാന കാര്യം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പാഠമുണ്ട്. കർപ്പാറை പോലെ കടൽ മീതെ നടപ്പത് ലേസാന കാര്യം. കർപ്പാറை പോലെ കടൽ മീതെ നടപ്പത് ലേസാന കാര്യം. കൽച്ചാരി നീരെ കടിയസമായി മാറ്റുவது ലേസാന കാര്യം. എൻ യേശുവുക്ക് ലേസാന കാര്യം. ബലമുള്ള ബലനറ്റവർ, ബലമുള്ളവർ ബലമില്ലാത്തവർ, യാരായിരുന്നാലും ഉദവികൾ ചെയ്വത് ലേസാന കാര്യം. എൻ യേശുവുക്ക് ലേസാന കാര്യം. ഉങ്ങളുടെ വഴിയിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കർത്തർക്ക് എല്ലാമേ ലേസാന കാര്യം. ഹല്ലേലൂയ.
ഊഴിയം തരുന്ന കർത്താവിനത് ലേസാന കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് കർത്താവിന് ലേസാന കാര്യം. കടലിന്റെ മീതെ ഒരു പാറയുടെ മുകളിൽ നടക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം നടപ്പുതക്ക് കർത്തർക്ക് എല്ലാമേ ലേസാന കാര്യം. വിശ്വാസത്തിൽ ഉറയ്ക്കണം. അടുത്ത 3 മാസം കഴിഞ്ഞ് ഞാനിവിടെ കടന്നു പോകുമ്പോൾ ഞാൻ എത്ര വിശ്വാസികൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നറിയോ? ഇവിടെ അറിയോ? 500 കുടുംബം. അല്ല, നിങ്ങൾക്ക് വല്ല തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എനിക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കാരണം കർത്താവരാണ് പാഴ്മലകളിൽ നദികളെയും നിങ്ങളുടെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. നിങ്ങളുടെ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തില്, ഡോക്ടറുടെ ജീവിതത്തില്, വിളിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തില് ദൈവം ശക്തമായ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ അയക്കും. നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഇരുന്നാൽ മതി. പറയുന്നത് ഏറ്റെടുക്കണം. അവന്റെ കണ്ണ് സകലതും കാണുന്നു. ഓർക്കണമേ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അവസ്ഥകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ബലഹീനതകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നാം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലം ഓർക്കണമേ, യോഹന്നാൻ യേശുവിനെ കാണുകയാ. ക്രൂശിലേക്ക് പോകുന്ന ഒരു യേശുവിനെ യോഹന്നാൻ കണ്ടത്. എന്നാൽ ഇവിടെ യോഹന്നാൻ കാണുന്നത് രാജാതി രാജാവും കർത്താതി കർത്താവും തന്മാത്രം അബോധ്യമുള്ളവരും ധന്യനായ ഏകാധിപതിയും യഹൂദ ഗോത്രത്തിന്റെ സിംഹവുമായവനെ കാണുന്നത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തില് നീ അതാ കാണേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. உயிரோடு இருக்கும் நாளெல்லாம் ஒருவனும் உனக்கு முன்பாக எதிர்த்து நிற்பதில்லை. நான் மோசேயோடு இருந்தது போல உன்னோடும் இருப்பேன். நான் உன்னை விட்டு விலகுவதும் இல்லை, உன்னை கைவிடுவதும் இல்லை. ആമേൻ. ഇവിടെ യോശുവയെ ഉറപ്പിക്കുക. മോശ മരിച്ചതിന് ശേഷം തകർന്നു നിൽക്കുന്ന ഇസ്രായേൽ ജനം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്ന യോശുവയുടെ അടുത്ത് കർത്താവ് വന്നിട്ട് പറയും, യോശുവേ, ഞാൻ നിന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. യോശുവയുടെ പറയാണ്, ഞാൻ മോശയുടെ ദൈവമാണ്. എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട്. അതുകൊണ്ട് യോശുവയെ നീ എഴുന്നേറ്റ് വരിക. അതികാലയിൽ എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട്. കർത്താവിന് നമ്മളോട് സംസാരിക്കുവാനുണ്ട്. ഞാൻ ഈ മെസ്സേജ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. യോശുവയോട് സംസാരിച്ച ദൈവം, യോശുവയുടെ കൂടെ ഇരുന്ന ദൈവം, യോശുവയെ മുന്നോട്ട് നയിച്ച ദൈവം, യോശുവയെ ദൈവം തൊട്ടത് കൊണ്ട്, യോശുവയോട് ദൈവം സംസാരിച്ചത് കൊണ്ട്, യോശുവയെ ദൈവം ബലപ്പെടുത്തിയത്, യോശുവ ബലപ്പെട്ടു, ഇസ്രായേൽ ജനം ബലപ്പെട്ടു. കർത്താവിന്റെ ദാസനെ, ദൈവത്തിന്റെ സഭയെ ഞാനൊരു തൂത് വിളിച്ചു പറയാണ്. നീ വിശ്വാസത്തിൽ ഉറച്ചാൽ, ഈ യോശുവയെ പോലെ ഒന്ന് വിശ്വാസത്തിൽ ഉറച്ചാട്ടെ. എന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും എന്റെ നേരെ നിൽക്കില്ല. അതായിരിക്കണം വിശ്വാസം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസനോടും സഭയോടുമുള്ള എന്റെ സ്നേഹത്തെ അറിയിക്കട്ടെ. അടുത്ത ആഴ്ച നമ്മളിവിടെ കടന്നു വരുമ്പോൾ ഒരു പുതിയ ഫാമിലിയെ കൂടെ കണ്ട് സന്തോഷിക്കാൻ ഇടയാകേണ്ടത് എല്ലാവരും കർത്തരെ കുറിച്ചാണ്.